ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദർ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ അറിവാണ്. അതായത് ഇന്ന് രാത്രി കാണാനുള്ള ഫുൾ എപ്പിസോഡിൻ്റെ അറിവാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. ആ കേക്കിൻ്റെ ചെറിയും കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഓടുന്ന കണ്ടാണ്. അപ്പോൾ അതിനകത്ത് ആരാണ് ഈ കേക്കിൻ്റെ ചെറിയ കഴിച്ചതാണ് ആർക്കും അറിയാത്തത്. അപ്പോൾ അതിൻ്റെ ടെൻഷനകത്താക്കി എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് അപ്ഡേറ്റ് സംഭവിക്കുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ആദ്യം തന്നെ സത്യമോളും പപ്പിമോളും കൂടെ ഗിഫ്റ്റൊക്കെ നോക്കാൻ വേണ്ടി പോയല്ലോ. അതിനുശേഷം കാണിക്കുന്ന ഈ സത്യഭാമയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന ഗസ്റ്റുകളായ കുറേ സ്ത്രീകളുണ്ട്. അവരോട് പറയുക വിഷ്ണുവിൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്ന കാർത്തിക. അപ്പം പക്ഷെ ഞങ്ങൾ പോലും അറിഞ്ഞില്ല വിഷ്ണു ഇവളെ കെട്ടിക്കൊണ്ട് വന്ന കാര്യം. കെട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും കല്യാണം സത്യഭാമയുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നല്ല അന്തസ്സായിട്ട് ഗ്രാൻഡായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അതും അടുത്ത ആഴ്ച തന്നെ നടത്തുമെന്ന് ശാലിനിയുടെ മുന്നിൽ വെച്ച് പറയാം. അപ്പോഴത്തേക്കും കമലൻ, ശാലിനി എല്ലാവരും എന്താണ് ഭയങ്കര തകർന്ന് നിൽക്കുകയാണ്. വിഷ്ണു ഒന്നും കേട്ട് ഞെട്ടിക്കോ. അതുപോലെ കാർത്തിക കല്യാണം നടത്താൻ പോകുന്നു എന്ന രീതി കാർത്തിക ഉൾപ്പെടെ പേടിക്കാത്ത നിൽക്കുക. അപ്പോഴത്തേക്കും മത്സരി മനസ്സിൽ ചിന്തിക്കുവാണേ, എന്തായാലും ബിഗ് സല്യൂട്ട് ടു യു സത്യഭാമേ. കാരണമേ ഇവളെ ഇങ്ങനെ തന്നെ വേദനിപ്പിക്കുക. എന്തായാലും ഇവളെ ഇന്ന് കൊല്ലാതിരുന്നത് കാര്യമായി. ഇവളുടെ കയ്യിൽ എങ്ങാണ് ആ കേക്കും ചെറിയ എത്തി ഇവളാണ് അടിച്ചു പോയതെങ്കിൽ ഇപ്പം നിന്ന് ഈ കരയുന്നില്ലേ അതുപോലെ ഇവളെ കണ്ണീന്ന് ആ കണ്ണീര് പൊടിപ്പിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. അതുമാത്രമല്ല വിഷ്ണു കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്ന നേരി കാണുമ്പോൾ ഇവളുടെ ആ ഒരു ചങ്ക് പിടച്ചിലുണ്ടല്ലോ, അത് കാണുന്ന പോലെ എന്താ സുഖം എന്നൊക്കെ മത്സരി ഒരൊറ്റ മനസ്സിൽ ചിന്തിക്കുമ്പം ഈ സത്യഭാമ മനസ്സിൽ ചിന്തിക്കുന്നത് ശാലിനി നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ശാലിനി നോക്കുമ്പോൾ സത്യഭാമയ്ക്ക് എന്താണ് ഒരു ഭയങ്കര ഒരുമാതിരി എന്താണ് ഒരു ഹാസ്യ ചിരിയൊക്കെയാണ്. കാരണം ഞാൻ ജയിച്ചിട്ട് നീ എന്തോടി വിചാരിച്ചത്, നിന്റെ മോളെയൊക്കെ ഈ വീട്ടിൽ ഞാൻ വിളിച്ച് ക്ഷണിച്ച് കയറ്റിയിട്ട് സത്യഭാമ ഇവിടെ മിണ്ടാണെന്നപ്പം ഇലയിട്ട് സദ്യ വിളമ്പം നിനക്കൊക്കെ സാമ്പാർ വിളമ്പി തരാൻ വേണ്ടി ഞാൻ നിന്നാന്ന് വിചാരിച്ചോന്നൊക്കെ പറഞ്ഞ് മനസ്സിനകത്ത് എന്താണ് വളിച്ച ഡയലോഗുകളൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശാലിനിയാണെങ്കിൽ പോലെ അവിടെ നിന്ന് എന്താണ് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ് സത്യഭാമ ശാലിനിയെ നോക്കി ഭയങ്കര എന്താണ് താൻ ജയിച്ചെന്ന മട്ടിച്ചിരിക്കുമ്പോഴത്തേക്ക് രാഘവേട്ടൻ ചോദിക്കുക അതെങ്ങനെ ശരിയാവും ഭാമയെ, ആദ്യ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, ആദ്യ ബന്ധം ഒഴിയുന്നതിന് മുന്നേ നീ ഇങ്ങനെ ഒരു കല്യാണം നടത്തിയാൽ അത് നിയമവിരുദ്ധമാണെന്ന് വക്കീലെന്നെ പറഞ്ഞല്ലേ ഭാമേ, അങ്ങനെയുള്ളപ്പോൾ അത് കേസും കാര്യമൊക്കെ ആവത്തില്ലേ, കോടതി കയറേണ്ടി വരും ഭാമേ. അപ്പോഴത്തേക്കും ഭാമ പറയുവാണ് പ്രശ്നം തന്നെ ആവണം രാഘവേട്ട, അത് തന്നെ എനിക്ക് വേണ്ടത്, ഇത് വലിയ പ്രശ്നമായി കേസായി ലാസ്റ്റ് കോടതി വരെ എത്തണം, എന്നിട്ട് വേണം എനിക്ക് ചിലവരൊക്കെ എന്താണ് തൊലി ഉരിച്ച് കളയാൻ കോടതി വെച്ച്. കാരണമേ എൻ്റെ മകൻ വിഷ്ണു അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ആദ്യ ഭാര്യയായിട്ടുള്ള ഡിവോഴ്സ് നടക്കുന്നതിന് മുന്നേ വിവാഹം കഴിച്ച തെറ്റാണ്. പക്ഷെ ആദ്യ ഭാര്യ ഇപ്പോഴേ എൻ്റെ മകൻ്റെ താലിയും കഴുത്തിയിട്ടുണ്ട് ഏവൻ്റെ കൂടെ പോയി പുറത്തിട്ട് അവനിൽ നിന്നൊരു കൊച്ചിനെ ഉണ്ടായിക്കൊണ്ട് ഇവിടെ വന്നാൽ അത് മാത്രം നാട്ടിൽ പ്രശ്നമല്ലല്ലേ. അപ്പം അതൊക്കെ ചോദിച്ച് ഇവളെ കോടതി മുറ്റത്ത് വെച്ച് ഇവളെ തൊലി ഉരിക്കേണ്ട തന്നെ ആവശ്യം. അതുകൊണ്ട് ഇത് കേസായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി ഞാനെന്ന് കൂടെ പറയും. മത്സരിക്ക് എന്താണ് ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്കും ശാലിനി എന്താണ് പിന്നെ ഒരു അക്ഷരം ഇണ്ടാതെ ശാലിനി കണ്ണീരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ. അപ്പോഴത്തേക്കും വിഷ്ണു എന്താണ് അമ്മ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് എന്നിട്ട് വിഷ്ണു എന്താണ് പിറകെ തന്നെ ഇറങ്ങി വരുമ്പം ശാലിനിയുടെ കാറിൻ്റെ അടുത്ത് വന്നത് ഭയങ്കര സങ്കടപ്പെട്ട് എന്താണ് കണ്ണീരെന്താണ് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും വിഷ്ണു വന്നിട്ട് എടോ താൻ ഇങ്ങനെ കരയിലോടോ ശാലിനി, താൻ ഇങ്ങനെ കരയല്ലേ, താൻ ഇങ്ങനെ കരഞ്ഞാൽ എൻ്റെ ചങ്ക് പൊള്ളുന്ന പോലെ ആടോ എനിക്ക്, താനിങ്ങനെ കരയല്ലേ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് എന്താണ് വീണ്ടും സങ്കടമാണ്. അപ്പോഴത്തേക്കും വിഷ്ണു പറയും താൻ കരയല്ലേ ശാലിനി താനൊന്നും ഒരു സത്യമായിട്ടൊരു കാര്യത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ ഇവിടെ തീരും, ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിക്കും. അപ്പോഴത്തേക്കും കമലനും പിറകറി വന്ന് അതെന്തോ ആശൻ അങ്ങനെ പറയുന്നത്, ഏട്ടത്തി അമ്മയെ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോന്ന് കമല ഒരിടം ചോദിക്കുക. അപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും അല്ലാന്ന് കമലനോട് വിഷ്ണു പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനി വയ്ക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാനാണ് വിഷ്ണു കേട്ടാ, ഇനി ഞാൻ എന്തൊക്കെ പറയണമെന്നാ, ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞില്ലേ എന്നിട്ട് ആരും വിശ്വസിക്കാൻ തയ്യാറാകാഞ്ഞിട്ടല്ലേ. അപ്പോഴത്തേക്ക് വിഷ്ണു പറയുന്നത് അങ്ങനെയല്ല ശാലിനി, താൻ സത്യമോളെക്കുറിച്ചുള്ള സത്യം പറ, സത്യമോളെക്കുറിച്ചുള്ള സത്യം പറയുന്ന പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു കേട്ടോ, ഇനി എന്തോ പറയേണ്ടത്, സത്യമോൾ ഈ വീട്ടിൽ തന്നെ കുട്ടിയാണ്, സത്യാമ്മയുടെ സ്വന്തം ചോര തന്നെ. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നേ കാണിക്കുന്നത്. പിന്നെ എന്ത് സത്യം പറയണമെന്ന് വിഷ്ണുവേട്ടൻ ഈ പറയുന്നത്. അപ്പം വിഷ്ണുവിനെ തിരിച്ച് പറയുന്ന ഒരു ഉത്തരവില്ല. അപ്പോഴത്തേക്ക് എന്താണ് ഷാനി ചോദിക്കുന്നത് എന്നെ വിശ്വാസമില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ വിശ്വസിക്കാൻ ആരുണ്ടെന്നൊക്കെ ഷാനി ചോദിക്കുമ്പം കവല പറയാം അത് സത്യമല്ലേ, ഏട്ടത്തമ്മ പറഞ്ഞ സത്യമല്ലേ ആശാൻ, ഏട്ടത്തമ്മയെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ ആശ മറ്റൊരു പെണ്ണിനെ ഈ കെട്ടിക്കൊണ്ട് വന്നത്, അങ്ങനെ ഒന്നും ചെയ്തില്ല ഇന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും, ആശ ആ കല്യാണം കഴിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് ഇന്നും ഈ കാണുന്ന എല്ലാ പ്രശ്നമെന്ന് കമലം പറയും. എടാ അങ്ങനെയൊന്നും അല്ലടാ കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നേരെ സത്യഭാമ ഇറങ്ങി വരും. കാരണം വിഷ്ണുവിനെ അവിടെ കണ്ടില്ല. എടാ വിഷ്ണു നീങ്ങി വന്നേ, ഇതാ നിന്റെ ഭാര്യ, നീ താലി കെട്ടി കാണുന്ന ഭാര്യ നിനക്ക് എന്തായിരിക്കും, നീ അങ്ങോട്ട് ചെല്ല്. അപ്പോഴത്തേക്കും കമലോട് ചോദിക്കുക നിനക്കും പോകാറായില്ലേ. അപ്പോഴത്തേക്കും എന്താ പോവാ സത്യാമെന്ന് പറഞ്ഞിട്ട് പോവാ. എന്നിട്ട് പറയാം കുറേ വാനരന്മാരങ്ങ് ഇറങ്ങിക്കോളുന്നു കമലൻ നോക്കി പറയാം. കമലനാണെങ്കിൽ തിരിച്ച് ഈ സത്യഭാമ ഇവൻ എന്തൊരു മൂഷാട്ട തള്ള എന്നുള്ള രീതിയിൽ കമലൻ തിരിച്ചെന്താണ് സത്യഭാമയെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കാർത്തിക് എന്താണ് ഈ വിഷ്ണുവും എന്താണ് അവിടുന്ന് അകത്തേക്ക് കയറി വരുന്നതും ശാലിനി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് നേരെ ശാലിനിയുടെ അടുത്ത് സത്യഭാമ പോയി നിന്ന് സംസാരിക്കുന്നതാണ് കാർത്തിക നോക്കി നിൽക്കുന്നത്. അപ്പോൾ സത്യഭാമ പറയാൻ എന്താണുള്ളത്,
ആ എന്തായാലും നിന്നെ ഇന്നിവിടെ വെച്ച് കണ്ടതിൽ സന്തോഷമായി. എനിക്ക് ആകപ്പാടെ ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ. കാരണം എൻ്റെ പപ്പി മോള് എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു കൊടുക്കും. കാരണം അവൾ സത്യഭാമയുടെ കൊച്ചുമകളാ. അവൾ ഈ ലോകത്ത് എന്താഗ്രഹിച്ചാലും ഞാനത് നേടിക്കൊടുത്തിരിക്കും. അവൾ ഒരേ ഒരു ആഗ്രഹം അവളുടെ ബർത്ത്ഡേ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവൾക്ക് ഒരേ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയായിട്ട് അവൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ആ കൂട്ടുകാരി വിളിച്ചപ്പോഴോ ആ കൂട്ടുകാരി കൊച്ചിൻ്റെ ബർത്ത്ഡേയും ഇന്നത്തെ ദിവസം തന്നെ. അപ്പം ഞങ്ങൾ എന്താണ് ഒരു മാനുഷ്യ പരിഗണന. അപ്പം ആ രണ്ട് ബർത്ത്ഡേയും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് മറ്റൊന്നുമില്ല. പിന്നെ ആ വന്ന കുഞ്ഞ് ചെറിയ കുട്ടിയായതുകൊണ്ട് പരിചയമില്ലാത്തൊരു വീട്ടിൽ ഒറ്റയ്ക്ക് വരാൻ ആ കുട്ടിക്ക് പേടിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ കൂടെ വരണം. ആ ഒരു ഗണത്തിൽ നീയും കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളെ സാമാന്യമായി തന്നെ നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച് നിങ്ങളെ സ്വീകരിച്ച് പിന്നെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് എൻ്റെ പപ്പിമോളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലേ, അതിന് വളരെ വലിയ താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് സത്യഭാമ ശാലിനി കൈകൂപ്പി തരും. ശാലിനി ചോദിക്കും ഇവരെന്തൊക്കെ നാടകമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശാലിനി നോക്കുമ്പോഴത്തേക്ക് സത്യഭാമ അടുത്ത നമ്പർ ഇറക്കി. അതെന്താണെന്നറിയോ? പിന്നെ ഞാൻ അവിടെ പറയുന്നത് നീ കേട്ടുകാണുമല്ലോ ശാലിനി. അതായത് എൻ്റെ മകൻ വിഷ്ണുവിൻ്റെയും അവൻ താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണായ കാർത്തികയുടെയും വിവാഹം ഗ്രാൻഡായിട്ട് അടുത്ത ആഴ്ച തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. പിന്നെ എൻ്റെ പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിൻ്റെ മകളെന്ന രീതിയിൽ കല്യാണമൊക്കെ ആകുമ്പം എൻ്റെ പപ്പിമോള് പറയും നിൻ്റെ മോളെയും കൂടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി ലിസ്റ്റിൽ പറഞ്ഞു തരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ക്ഷണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്താഗ്രഹം സാധിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ ക്ഷണിക്കുമ്പോൾ നീയും കൂടെ വരണം. എന്നിട്ട് ഒരില ഇടുന്നുണ്ടാവും. അതിൽ നിന്ന് നീയും നിൻ്റെ മോളും കഴിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. കാരണം നീ കേട്ടിട്ടില്ലെങ്കിൽ ഇത് ഒന്നും കൂടെ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പറഞ്ഞിട്ട് നേരെ സത്യഭാമ അകത്തേക്ക് കയറി ചെന്ന് ഇങ്ങോട്ട് ഇതൊക്കെ നോക്കി നിൽക്കുന്ന ആ കാർത്തിക ഉണ്ടായിരുന്നില്ല. ആ കാർത്തിക എന്താണ് ശാലിനിയും സത്യഭാമയായിട്ടുള്ള കോൺവെർസേഷൻ ശാലിനിയുടെ സങ്കടമൊക്കെ നോക്കി എന്താണ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് എന്താണ് ഈ കാർത്തികയുടെ കൈ പിടിച്ച് വാ മോളെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് എന്താണ് അതിനെയും കൊണ്ട് സത്യഭാമ അകത്തേക്ക് പോകുന്നേ കാണിക്കുന്നത്. ഷാനി അവിടെ നിന്ന് ആലോചിക്കുന്ന കാര്യം വിഷ്ണു തൻ്റെ പിറകെ ഓടി വന്ന് മുട്ടുകുത്തി റോഡി ഇരുന്നത് സത്യഭാമയുടെ ഇപ്പോഴത്തെ എന്താണ് മസ്രിയായിട്ടുള്ള കല്യാണത്തിൻ്റെ ആ ഒരു വേദിക്കകത്ത് വെച്ചുകൊണ്ട് സത്യഭാമയുടെ ഓരോരോ ആ ഒരു പ്രതികരണങ്ങൾ. ഷാലിനി ഈ സത്യഭാമയുടെ വീട്ടിൽ വന്നിട്ട് തലകറങ്ങി വീണ ഒരു ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതായത് സത്യമോളെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ആ തലകറങ്ങി വീണ ഇതൊക്കെയാണ് ഷാലിനിയുടെ മനസ്സിൽ കയറി വന്നത്. എന്നിട്ട് ഷാലിനി മനസ്സിൽ പെട്ടെന്ന് കയറി വന്ന കാര്യം വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹമാണെന്ന് ഈ സത്യഭാമ പറഞ്ഞ ആ ഒരു വാക്ക് തന്നെ വരും. അങ്ങനെ ഷാലിനിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ഷാലിനി എന്താണ് ഇനി പോകാമെന്ന് തന്നെ തീരുമാനിക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് പപ്പിമോളും സത്യമോളും ഒക്കെ ആയിട്ട് എന്താണ് ശ്യാമ ഇങ്ങനെ അടുത്തേക്ക് വരുമോ. കുഞ്ഞേച്ചി ബാ കുഞ്ഞേച്ചി സദ്യ കഴിച്ചിട്ട് പോവാം. എനിക്ക് വേണ്ട മോളെ സദ്യ കഴിക്കാനൊന്നും ഇല്ല, എൻ്റെ വയറൊക്കെ നിറഞ്ഞു പറയുമ്പോൾ അങ്ങനെ പറയല്ലേ കുഞ്ഞേച്ചി, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, എന്തായാലും കുഞ്ഞേച്ചി ഇവിടം വരെ വന്നല്ലേ, എന്തൊരു സന്തോഷം. ഞാൻ ആലോചിക്കുക കുഞ്ഞേച്ചി നമ്മുടെ ബന്ധമൊക്കെ എന്തുമാത്രം മാറിപ്പോയി എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ എന്തുമാത്രം സ്നേഹത്തിൽ ഒരുമിച്ചാണ് ജീവിച്ചത്. ഇപ്പം തന്നെ അപരിചിതരെ പോലെ നിൽക്കേണ്ടി വരുന്നത് അല്ലേ കുഞ്ഞേച്ചി എന്ന് പറയുമ്പം അപരിചിതരല്ല മോളെ, നമ്മളിപ്പോൾ അതിഥികളാണ്. നിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ അതിഥി മാത്രമാണ്, ക്ഷണിക്കപ്പെട്ട അതിഥി വന്നു, അതിഥി ഇനി തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതൊന്നും നീ മനസ്സിൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് എന്നാൽ ഞാൻ ഇറങ്ങുമോ മോളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സത്യമോൾ പറയുന്നുണ്ട് അമ്മ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് അമ്മേ, ഭയങ്കര ഉറക്കം വരുന്നു പറഞ്ഞാൽ ഭയങ്കര ഉറക്കം വരുന്നു പറയുമ്പോൾ അത് നീ ഈ സമയത്ത് ഉറങ്ങത്തില്ലല്ലോ മോളെ എന്ന് സത്യയോടെ എന്താണ് നമ്മൾ ശാലി വയ്ക്കുമോ. അത് അറിയത്തില്ല അമ്മേ, എനിക്ക് ഇന്ന് കേക്കൊക്കെ കഴിച്ചപ്പം തൊട്ട് പിന്നെ ഭയങ്കര ഉറക്കം വരുവാണ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സാരമല്ല മോള് കാറി കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാവെന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമ പറയുന്നുണ്ട് അത് കുഞ്ഞേച്ചി മധുരം എന്താണ് ഒത്തിരി കഴിച്ചതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് കുഞ്ഞിന് ഉറക്കം വരുന്നത്, അതൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ശ്യാം പറയുന്ന കേൾക്കുമ്പോൾ ശാലിനിയും ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കാരണം ഈ സമയത്തൊന്നും ഇങ്ങനെ മധുരം കഴിച്ച് ശീലമില്ല. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മധുരം ഒരുമിച്ച് കഴിച്ചുകൊണ്ടായിരിക്കും കുഞ്ഞിന് ഇത്രയും പെട്ടെന്ന് എന്താണ് ഉറക്കം വരുന്നത്. സാധാരണ അല്ലെങ്കിൽ അവൾ ഈ സമയത്ത് ഉറങ്ങാറില്ലല്ലോ എന്നൊക്കെ ശാലിനി അങ്ങനെ ചിന്തിച്ച് ആ കാര്യത്തിന് എന്താണ് അങ്ങ് വിട്ട് കളയോ. അപ്പോഴത്തേക്കും സത്യയോട് പറയുന്നുണ്ട് മോള് പപ്പിമോൾക്ക് ബായ് പറഞ്ഞിട്ട് വാ നമുക്ക് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സത്യമോളും പപ്പിമോളും എന്താണ് കെട്ടിപ്പിടിച്ചെന്ന് ബായ് പറഞ്ഞിട്ട് നേരെ ശാലിനിയും സത്യമോളോട്ട് തിരിച്ചെന്താണ് കാറിൽ കയറി പോകും. അപ്പോൾ ശാലിനിയുടെ മനസ്സ് മൊത്തം വിഷ്ണുവിനെ കുറിച്ചും വിഷ്ണുവിൻ്റെ ആ നടക്കാൻ പോകുന്ന കല്യാണത്തിനെ കുറിച്ചും തന്നെ ചിന്തയാണ്. സത്യമോക്കാണെങ്കിൽ കാറ് എന്ന് ഭയങ്കര ഉറക്കത്തിന് ക്ഷീണം. ഞാൻ ഉറക്കം വരുമ്പോഴത്തേക്കും സത്യമോൾ പറയാം അമ്മേ എനിക്ക് ഭയങ്കര ഉറക്കം വരുമെന്ന് പറയുമ്പോഴത്തേക്കും മോൾ അമ്മയുടെ മടി കിടന്നോന്ന് പറഞ്ഞിട്ട് എന്താണ് ശാലിനി മടി കിടത്തി കുഞ്ഞിനെ എന്താണ് ഉറക്കണം. കുഞ്ഞാണെങ്കിൽ എന്താണെന്നറിയാം ഏകദേശം ഒന്ന് തലയൊക്കെ എന്താണ് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, അതായത് തല കറങ്ങുന്ന പോലെയൊക്കെ അങ്ങ് തല ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നേരെ കാണിക്കുന്നത് ശാലിനിയുടെ കളക്ടറേറ്റ് ഓഫീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന കളക്ടറേറ്റ് ഓഫീസിനകത്ത് എന്ന് പറഞ്ഞ ആ ഒരു മീൻ പിടിക്കാൻ പോകുന്ന വ്യക്തികളുടെ നേതാവുണ്ടല്ലോ ആ വ്യക്തിയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സരോജ മെമ്പർ എല്ലാവരും കൂടെ ശാലിനി പറഞ്ഞ ആ സ്കീം ഉണ്ടല്ലോ
ഏർണിംഗ് മെമ്പർ സ്കീം. അപ്പോൾ ആ സ്കീമിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പോൾ അതായത് ഇത് എവിടെയും കരയ്ക്ക് എത്തുന്നില്ലല്ലോ, വെറുതെ കുട്ടികൾ എന്താണ് അവർ വള്ളത്തിൽ കയറേണ്ട, അവർക്ക് സ്കൂളിൽ പോയി എന്താണ് ഒരു പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടും ഇതൊന്നും നടക്കുന്ന രീതിയിലില്ലല്ലോ. കാരണം ഇവിടുന്ന് കളക്ടർ ഓഫീസിൽ നിന്ന് അങ്ങനെ മൂവ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ പിറകെ തന്നെ ഒരു ഉച്ചഭക്ഷണം, ഒരു കോർപ്പറേറ്റ് കമ്പനി, അതും വിഷാംശം തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ പല സ്ഥലത്ത് കൊടുത്തതിന് അറിയപ്പെടുന്ന ഒരു കമ്പനി സ്പോൺസർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതും അതിൽ നിന്ന് ഇച്ചിരി കൈയിട്ട് വാരാൻ ഈ ശാലിനി അറിയാതെ വേറെ ചില ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള താല്പര്യമുള്ളതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ശാലിനി ഇതിൻ്റെ എല്ലാം ഏൽപ്പിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അതായത് ഇതിൻ്റെ കോർഡിനേറ്റർ ആവുമെന്ന് പറഞ്ഞ് ശാലിനിയുടെ ഭാഗത്തു നിന്നുള്ള ആ വ്യക്തി പറയുന്നുണ്ട്, ഇതിന്ന് കൈയിട്ട് വാരാനൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ പറയുമ്പോഴത്തേക്കും ആ പറയുന്ന ഒരു സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നറിയോ, ഈ ബാലചന്ദ്രൻ്റെ ഒക്കെ വളരെ വലിയ അടുത്ത സുഹൃത്താണ്. ഈ കോർപ്പറേറ്റ് കമ്പനിയെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാനാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട്, സാറ് കൈയിട്ട് വാരിയില്ലെങ്കിൽ അതിനകത്ത് ചെയ്യേണ്ട കാര്യമൊക്കെ എനിക്കറിയാം, സാറ് പോയി അവരോട് ഈ സ്കീം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ വന്നിരിക്കുന്ന ആ മെമ്പറോടൊക്കെ സാറ് പോയി പറയുന്നു. വന്നിട്ട് നേരെ ഇവരെ പറഞ്ഞു വിടുവാണ്. അപ്പോഴത്തേക്ക് എന്താണ്, സ്കീം നടക്കത്തില്ല എന്നുള്ള ഒരു നിരാശയ്ക്കകത്താണ് മെമ്പറും ബാക്കിയുള്ള എല്ലാവരും കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഷാനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കും ഷാനി കാറിൽ പോകല്ലേ. അപ്പോൾ ഷാനിയുടെ കാർ അങ്ങോട്ട് ജസ്റ്റ് മൂവ് ആയതും ഇവിടുന്ന് ബൈക്ക് ബുള്ളറ്റ് എടുത്തുകൊണ്ട് നേരെ നമ്മുടെ വിഷ്ണു അവരെ പിറകെ തന്നെ പോകുകയാണ്. അപ്പോഴത്തേക്ക് ആ ഒരു പോകുന്ന ഒരു സ്പീഡ് ഉണ്ട്. ശ്യാമ അറിയോ, ഈ പോകുന്ന പോക്ക് അത്ര ശരിയല്ലല്ലോ, ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. ശ്യാമ വിഷ്ണുവിൻ്റെ ആ ഒരു സ്പീഡിനുള്ള ആ ഒരു വണ്ടി എടുത്തിട്ട് പോക്ക് കാണുമ്പം ശ്യാമ അത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഷാനി ഇതൊന്നും അറിയില്ല, വിഷ്ണു പിറകെ വരുന്നതും ഒന്നും അറിയുന്നില്ല. സത്യമോളാണെങ്കിൽ ഭയങ്കര ടയർഡിനകത്ത് ഷാനിയുടെ മടി കിടന്ന് തല കറങ്ങുന്നൊക്കെ പോലെ കാണിക്കുന്നുണ്ട് കുഞ്ഞ്. അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോയി മടി കിടന്ന് ഇങ്ങനെ ഉറങ്ങുവാണ് ഏകദേശം. അപ്പോഴത്തേക്കും ഷാനി കുഞ്ഞിനെ തട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ ബൈക്ക് പിറകെ വരുന്ന കാണിച്ചാണ് ഇനി അടുത്ത എപ്പിസോഡ് കുടുംബശ്രീ ഷാദയുടെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർ ലൈക്സ് ആരും മറക്കണ്ട കേട്ടോ. ബൈ.